ബട്ടർ ചിക്കൻ മസാല പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എഗ് ബട്ടർ മസാല. അത് ക്രീമൊക്കെ ഒഴിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവർക്കും മരിയൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു പീസ് പട്ട ചെറുതാക്കി നുറുക്കിയത്, ഒരു 3-4 ഏലക്കായ, ഒരു കുഞ്ഞ് തക്കോലം, പിന്നെ ഒരു കുഞ്ഞ് ജാതിപത്രി, ഒരു 3-4 കരയാമ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 10-12 മണി കുരുമുളക് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു വലിയ പീസ് ഇഞ്ചി ആയിരുന്നു, അത് രണ്ടും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് ഒന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വാടി വരും. അതിനകത്തോട്ട് ഒരു 2-3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇച്ചിരി വലുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് അരയ്ക്കാനുള്ളതാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് വഴണ്ടി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിനകത്തോട്ട് ഒരു 2-3 തക്കാളി എരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് വേപ്പിലും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ മൂടി വെച്ചിട്ട് ഒരു 1-1.5 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. മുളക് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കേണ്ടത്, സാധാ വറ്റൽമുളക് അല്ല കേട്ടോ. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ല കളർ കിട്ടും. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ മുളകൊന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കണ്ട. മുളക് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു മുളക് തന്നെ ചേർക്കുക, വറ്റൽമുളക് ചേർക്കാൻ പാടില്ല, നല്ല എരിവായി പോകും. ഇതൊരു 5-6 എണ്ണം എടുത്തിട്ട് ഇതിനധികം എരിവ് കാണില്ല, ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മുളക് സോഫ്റ്റായിട്ട് വരണം, അപ്പോഴാണ് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് കറക്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടായിരിക്കും, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മൂടി വെച്ചിട്ട് അടച്ച് വയ്ക്കുക. തീ സിമ്മിലിട്ടിട്ട് ഒരു 1-1.5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ആയി വരും. ഇതിവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങയുടെ നീരായാലും ചേർത്താൽ മതി. ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഒരു പുളിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായി തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തിട്ടിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കുക. ഈ അരപ്പിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ, ഏകദേശം 1-2 ടേബിൾ സ്പൂൺ ബട്ടർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല പേസ്റ്റാക്കി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ വെള്ളം ചേർക്കരുത്. മിക്സിയുടെ ജാറിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ഒരു മീഡിയത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ലെല്ലാം വരും. അതേപോലെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു കട്ടി ഗ്രേവിയിൽ വേണം ഇതെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതായി വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പകുതിക്കാക്കി മുറിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെട്ടിട്ട് കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു കുഞ്ഞൊരു ചൂട് മാത്രമേ ഈ കറിക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് കസൂരി മേത്തി, ഉലുവ ലീവ്സ് ഉലുവേൻ്റെ ഇലയുണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ചതാണ്, അത് കയ്യിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി ഒന്ന് ചേർത്ത് കൊടുക്കുക.
അധികമൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണോളം മതിയായിരിക്കും. അത് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യരുത് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ് കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാൽ. ബട്ടർ ചിക്കൻ ചെയ്യുമ്പോഴായാലും എഗ് ബട്ടർ മസാല ആണെങ്കിലും കസൂരി മേത്തിയാണ് അതിൽ പ്രധാന താരം. അത് ചേർത്തിട്ട് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പായാലും കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു തിക്ക് ഗ്രേവിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റിൽ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. നല്ല രുചിയാണ് ഈ എഗ് ബട്ടർ മസാല അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബട്ടർ ചിക്കൻ ഒട്ടുമിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിൻ്റെ അതേ രുചിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്തോട്ട് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല തിക്ക് ഗ്രേവിയിൽ